കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരുവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സർവകൃപാലുവായ ദൈവം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി കരേറ്റാം. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മോടുകൂടെ ഉള്ളത്. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിച്ച് തന്റെ ജീവനെ നമുക്ക് മറുവിലയായി നൽകി തന്നു. നമ്മെ മക്കളും അവകാശികളുമാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിത്യജീവനെ നൽകി തന്ന കർത്താവ് നിത്യരാജ്യത്തിന്റെ അവകാശത്തിന് വേണ്ടി നമ്മെ വീണ്ടും ജനിപ്പിച്ച് ഈ ഭൂമുഖത്തിൽ കഷ്ടങ്ങളും വേദനകളും രോഗങ്ങളും പല രീതിയിൽ മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കുമ്പോഴും അവിടെയൊക്കെയും ദൈവത്തിന്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് നൽകി തന്ന് പരിപാലിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുക മാത്രമല്ല, ന്യായവിധി ദൈവം നടത്തുന്നതും ഇതേ വചനം കൊണ്ടാകൊണ്ട് നമ്മുടെ ജീവിതം ദൈവവചന പ്രകാരം ക്രമീകരിക്കുവാൻ ദൈവം തന്റെ വചനത്തെ നമുക്ക് നൽകി തരുന്നു. കാരണം ജഡത്തിൽ നാം ജീവിക്കുന്നു, തിന്മ നിറഞ്ഞ ലോകത്തിലാണുള്ളത്. സാത്താന്റെ ആധിപത്യമുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ്. അപ്രകാരമെങ്കിൽ ദൈവം തന്റെ മക്കൾക്ക് തരുന്ന വചനം അവരുടെ ജീവിതത്തിൽ വിടുതൽ മാത്രമല്ല, പാപം വിട്ടൊഴിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം തന്റെ മക്കൾക്ക് വചനം നൽകി തരുന്നു. നാം ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. നാം തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ്. ആമേൻ. സ്തോത്രം. നാം ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് വളരെ ശ്രദ്ധിക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു ദൈവവചന സത്യമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് നേരിട്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഞാൻ 2-3 ആഴ്ചകളിലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വാഴ്ചകളും അധികാരങ്ങളും ശക്തിയും ഒക്കെ ദൈവത്തിന് ഓൾറെഡി കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിലും മനുഷ്യനായ യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അവൻ അതിനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അതൊരു മർമ്മമാണ്. കാരണം ക്രിസ്തുവേശു അതിനെ കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ് മനുഷ്യരായ നമുക്കും ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും ഒക്കെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. എന്നിട്ട് എഫേസ്യ ലേഖനത്തിലെ വചനത്തിൽ നാം വായിക്കുന്നു, അവന്റെ ശരീരമാകുന്ന സഭയ്ക്കും അവൻ കീഴ്പ്പെടുത്തി കാണുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദൈവവചന സത്യങ്ങൾ പുതിയ നിയമ വിശ്വാസികൾ മനസ്സിലാക്കണം. സാത്താൻ നമുക്ക് അതീതനല്ല. സാത്താനെ നമുക്ക് കീഴ്പ്പെടുത്താനും അവന്റെ മേൽ ജയമെടുത്ത് ക്രിസ്തീയ ജീവിതം നയിപ്പാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലരും പിശാച് എന്ന് പറയുമ്പോൾ ഭയപ്പെട്ട് നടക്കുകയാണ്. അത് പണ്ട് തൊട്ടേയുള്ള അവന്റെ ടെക്നിക്കാണ്. ഭയപ്പെടുത്തി മനുഷ്യരെ സ്തോത്രം ഭീഷണിയുടെ സ്വരത്തിലും തർജനത്തിന്റെ സ്വരത്തിലും ശാരീരിക മാനസികമായ പീഡനത്തിന്റെയും നിന്ദയുടെയും ദുഷിയുടെയും ഒക്കെ അനുഭവത്തിലൂടെ മനുഷ്യ മനസ്സുകളെ തളർത്തുന്ന അങ്ങനെ ഒരു ടെൻഡൻസി, അങ്ങനെ ഒരു രീതി, അവന്റെ ഒരു ഫോർമുല അവനുണ്ട്. എന്നാൽ നാം ദൈവവചനത്തിലൂടെ സത്യം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ നമുക്കിടയായി തീരണം. നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എപ്രകാരം നമുക്ക് ഈ ദൈവവചനത്തെ ആ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിന്ന് സാത്താന്റെ മേൽ നമുക്ക് ജയമെടുക്കാൻ സാധിക്കും. ഒരു കാര്യം ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം. അറിവിലല്ല നാം ജയമെടുക്കുന്നത്. പുസ്തകത്തിന്റെ അറിവ് നമ്മൾ കൂടുതൽ സമ്പാദിച്ചത് കൊണ്ട് അത് ജയത്തിന് ആധാരമല്ല. അറിവ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമെന്നേ ഉള്ളൂ. നമ്മേക്കാൾ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു നിക്കോദേമോസ്. ഇസ്രയേലിന്റെ ഉപദേഷ്ടാവായിരുന്നു. കർത്താവ് ചോദിക്കുന്നു, നീ ഇസ്രയേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും വീണ്ടും ജനനത്തെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ നിക്കോദേമോസ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ ലോകപ്രകാരമുള്ള ബുദ്ധിയുടെ അറിവല്ല നമുക്ക് വേണ്ടത്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവവചനത്തിന്റെ പരിജ്ഞാനമാണ് വേണ്ടത്. അത് കുറച്ച് കൂടുതൽ പഠിച്ചത് കൊണ്ടോ സെമിനാരികൾ വർഷങ്ങളായിട്ട് പഠിച്ചത് കൊണ്ടോ ആമേൻ സ്തോത്രം ലോകത്തിൻ്റെതായ അറിവുള്ളത് കൊണ്ടോ ഈ ദൈവവചന സത്യങ്ങൾ ഗ്രഹിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്വർഗത്തിലെ ദൈവം ഈ വക കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലാണ് നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത്. നമുക്ക് ഈ രാത്രി കാലവും ആത്മാവിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവൻ ഏവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. കാരണം വിഷയം സാത്താനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പല രീതിയിൽ നമ്മെ ഡിസ്റ്റർബ് ചെയ്യുവാൻ പിശാച് ശ്രമിക്കാം. ഹല്ലേലൂയ. കാരണം നമ്മൾ കണ്ട് ലെഗിയോൻ ബാധിച്ചവന്റെ അടുക്കലേക്ക് കർത്താവ് ഒന്ന് എത്താൻ ശ്രമിച്ചപ്പോൾ പടകിന് നേരെ ഒരു കൊടുങ്കാറ്റ് തൊടുത്തുവിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാമോ എന്ന് പിശാച് നോക്കിയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ഇവൻ പലപ്പോഴും ഒരു പിടി കിട്ടാതെ അല്ലെങ്കിൽ പിടി തരാതെ സ്തോത്രം കബളിപ്പിച്ചു പോകുന്ന ഒരു ഐഡന്റിറ്റി ഉള്ളവനാകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയെ കീടും സ്നേഹത്തെക്കാൾ, ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകനേശുവിനാൽ, ലോകരക്ഷകനേശുവിനാൽ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി, എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വാഞ്ചയോടെ അടുത്തു വരുന്ന കർത്താവേ, തിരുവചനം പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ അടുത്തു വരുമ്പോൾ ഉപമകളുടെ പൊരുളുകളെ തിരിച്ചു കൊടുത്ത നല്ല കർത്താവ്, ഈ രാത്രികാലം പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തെ ഞങ്ങളിൽ ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകത്തുള്ള മനുഷ്യനിൽ ചൈതന്യം ഉണ്ടാകുവാനും പുറത്തു വരുന്ന വിഷയങ്ങളെ ഫലപ്രദമായി നേരിടേണ്ടതിന് വചനത്തിലൂടെ ഞങ്ങൾക്ക് ആത്മബലവും സ്വാതന്ത്ര്യവും ഉണ്ടാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവെ, ആഗ്രഹത്തോടെ ഞങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവവചനത്തിന്റെ വാതിലുകളെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കണമേ. അത് സ്ഥിരതയോടെ ഞങ്ങൾ ഏറ്റെടുക്കുവാനും അനുസരണത്തോടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കർത്താവെ, നിനക്ക് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, കർത്താവെ, ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടക്കളത്തിൽ ഞങ്ങളെക്കാൾ കഴിവും പ്രാപ്തിയും ഉള്ളവരൊക്കെ കർത്താവെ ഓടി പരാജയപ്പെട്ട് കിടക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഹല്ലേലൂയ ഇതുവരെയും നിർത്തിയല്ലോ. ഞങ്ങളുടെ മുമ്പോട്ടുള്ള ഗമനത്തെ അവിടുന്ന് സ്ഥിരപ്പെടുത്തണമെന്ന് ദൈവത്തോട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെ കൃപ തരണം കർത്താവെ. നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി രാത്രി കാലം അവൻ വചനം ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇനിയും ലിങ്ക് ചെയ്യാനുള്ളവരെ വേഗത്തിൽ അവിടുന്ന് കൂട്ടിവരുത്തണം. എല്ലാവിധ തടസ്സങ്ങളെ അവിടുന്ന് മാറ്റണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ചാണ്. അതിൽ 2 തന്ത്രങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ദൈവം കൃപ തന്നു. ഒന്ന്, സർപ്പതന്ത്രം. ഹൗവയെ ഉപായത്താൽ ചതിച്ചു. അത് സ്തോത്രം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ശത്രുവാകുന്ന പിശാച് തന്ത്രശാലി. അവൻ ദൈവത്തിൽ നമ്മെ ഏതെല്ലാം രീതിയിൽ അകറ്റുവാൻ ഉപായം പ്രയോഗിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ ഇടയായി തീർന്നു. രണ്ടാമത്തേതാണ് നമ്മൾ ചിന്തിച്ചത്
സാത്താൻ താനും അലർന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അന്വേഷിച്ച് അവൻ വിശുദ്ധന്മാരുടെ ചുറ്റും കറങ്ങി നടക്കുന്നു. ഹല്ലേലൂയ. അവനെ അന്വേഷിച്ച് എങ്ങും ആരും ദൂരെയൊന്നും പോകണ്ട. അവൻ പാപം നമുക്ക് ചുറ്റും കിടക്കുന്നത് പോലെ തന്നെ സാത്താനും നമുക്ക് ചുറ്റുമുണ്ടെന്ന് നാം മറന്നു പോകരുത്. ഈ രാത്രി നമുക്ക് മൂന്നാമത്തെ അവന്റെ തന്ത്രത്തിലേക്ക് കിടക്കാം. അതാണ് വളരെ ചിന്തിക്കേണ്ടതും വളരെ നാം ശ്രദ്ധ കൊടുക്കേണ്ടതുമായ ഒരു വിഷയമാണത്. അതിനാധാരമായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. നാം ചിന്തിക്കുന്നതിനേക്കാളും നാം കണക്ക് കൂട്ടുന്നതിനേക്കാളും ആഴമുള്ള ഒരു ദൈവവചനമാണ് ഈ രാത്രികാലം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആമേൻ, സ്തോത്രം. പിശാചിനെ കുറിച്ച് പറയുന്നത് പിശാചിന്റെ ഏറ്റവും ശക്തമായ ഒരു തന്ത്രമാണ് ആമേൻ, സ്തോത്രം, യേശുവിനെ പോലെ ആയിത്തീരുക. ആമേൻ, സ്തോത്രം. അതിനെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നടത്തുക. കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സാത്താൻ പലപ്പോഴും ദൈവമക്കളെ വശീകരിപ്പാനും വഞ്ചിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം സാത്താൻ പലപ്പോഴും പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതി പരിജ്ഞാനത്തിലാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്കറിയാം, ഒരു നല്ല നോട്ടും ഒരു കള്ളനോട്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. ഒരു കറൻസി അതിന്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നമ്മെ തിരിച്ചറിയുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കോ ഈ ഒറിജിനൽ നോട്ടിന് കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. ഒരു 10-15 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് വാസ്തവത്തിൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. കണ്ടാൽ ഒരുപോലെ ഇരിക്കും, യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വഴിയാണ് ഇതിനെ തിരിച്ചറിയുന്നത് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ഇതേപോലെ ദൈവവചനത്തിലൂടെയാണ് സാത്താന്റെ ഈ തന്ത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും വിശുദ്ധന്മാർ കബളിപ്പിക്കപ്പെട്ടു പോകുന്നു, ഇന്നും വശീകരിക്കപ്പെട്ട് ഇന്നും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അവര് പോലും അറിയാതെ വിശ്വാസത്തിൽ നിന്ന് പോലും അകന്നു പോകുന്ന അനുഭവം ഈ വചനപ്രകാരം വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയിൽ വളരെ ശക്തമായി സാത്താൻ ഈ തന്ത്രത്തെ പ്രയോജനപ്പെടുത്തി വിശ്വാസികളെ വളരെ ഫലപ്രദമായിട്ട് വഴിതെറ്റിക്കുന്നുണ്ട്. ഇന്നലകളിൽ നന്നായി ഓടിയിരുന്ന പലരെയും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ആമേൻ, സ്തോത്രം, ഇതിനേക്കാൾ നല്ലതാണെന്നുള്ള ധാരണ ഉള്ളിൽ കൊടുത്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. ഇന്നലകളിൽ ഒരുമിച്ചിരുന്ന് ആരാധിച്ചവർ പോലും വചനത്തിന് യാതൊരു ചേർച്ചയുമില്ലാത്ത വചനത്തിന്റെ യാതൊരു സ്തോത്രം ആധികാരികതയുമില്ലാത്ത ഉപദേശങ്ങളുടെ പിന്നാലെ വശീകരിക്കപ്പെട്ടു പോകുന്നതായി നമുക്ക് സ്തോത്രം കാണാനിടയാകുന്നുണ്ട്. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവും അപ്പസ്തോലന്മാരും ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടെ കാണണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് യേശുക്രിസ്തുവും അപ്പസ്തോലന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത്? അതാണ് നമ്മൾ പ്രാഥമികമായിട്ട് ചിന്തിക്കേണ്ടത്. കാരണം ഇതിനെക്കുറിച്ചൊരു വാർണിംഗ്, ഇപ്രകാരമുള്ള അവസ്ഥകൾ ഉണ്ടാകുമെന്ന് യേശുക്രിസ്തുവും യേശുവിന്റെ പിന്നാലെ വന്ന അപ്പസ്തോലന്മാരും യേശു ദൈവവചനത്തിലൂടെയും അപ്പസ്തോലന്മാർ ഉപദേശത്തിലൂടെയും ദൈവസഭയ്ക്ക് ഈ കാര്യത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സാത്താൻ ഇങ്ങനെ വെളിച്ചദൂതന്റെ വേഷത്തിൽ ഇറങ്ങുമെന്നും അവൻ വൃതന്മാരെ വഴിതെറ്റിക്കുമെന്നും രണ്ടുപേരും, അതായത് യേശുക്രിസ്തു ദൈവവചന ശുശ്രൂഷയിലും അപ്പസ്തോലന്മാർ ഉപദേശ പ്രബോധനത്തിലും ഈ കാര്യത്തെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രാരംഭമായി നമുക്കൊന്ന് ചിന്തിച്ചാട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 7:15. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു.
ഇനി അതിന്റെ 22, 23 കൂടെ വായിക്കുക. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. ഈ രണ്ട് വാക്യങ്ങൾ ചേർന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തെ ഒരു കണ്ണിങ്നെസ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമവും എടുത്താണ് ഈ വരുന്നെന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം. ആമേൻ. യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ മനുഷ്യർ വിചാരിക്കും ഇത് സത്യത്തിന്റെ പാതയാണ്. പിശാച് ഒരിക്കലും അവന് സെൽഫായിട്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവന് എന്തെങ്കിലും ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അവൻ വ്യാജനാണെങ്കിലും നാമം എടുക്കുന്നത് യേശുവിന്റെ നാമമാണ്. കാരണം അവനറിയാം വിശുദ്ധന്മാരെ രാമന്റെ നാമം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വശീകരിക്കാൻ പറ്റത്തില്ല. വിശുദ്ധന്മാരെ സ്തോത്രം രാവണന്റെ പേരെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വശീകരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവവചനത്തെ കുറിച്ച് അല്പമെങ്കിലും ഗ്രാഹ്യമുള്ള വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ വഴിതെറ്റിക്കണമെങ്കിൽ അവനെ ബൈബിളിൽ കൂടെ മാത്രമേ വഴിതെറ്റിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റേതെങ്കിലും ദൈവങ്ങളുടെ പേരെടുത്ത് വന്നു കഴിഞ്ഞാൽ അവരാദ്യം തന്നെ അതിനെ ഒഴിവാക്കും. മറിച്ച് യേശു എന്നൊരു പേര് അതിനകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് കാത് കൊടുക്കുമാർ നമ്മുടെ യേശു ആണല്ലോ. ഈ ഒരു കാഴ്ചപ്പാടിലാണ് പലപ്പോഴും ദൈവമക്കളെ നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ പോലും ഒരു പാട്ട് കേൾക്കുമ്പോൾ പോലും വളരെ പ്രാർത്ഥനയോടെ വേണം. കാരണം ഇനിയുള്ള കാലങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ മുമ്പോട്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ. കാരണം പിശാച് എപ്പോഴും ശ്രദ്ധിക്കുന്നത് സമൂഹത്തിൽ പേരും പെരുമയുമുള്ള ദൈവദാസന്മാരെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അവരിലാണ് ഒരു സ്തോത്രം കയ്പുള്ള വേര് മുളച്ചിട്ട് അവർ മുഖാന്തരം അനേകർ മലിനപ്പെട്ട് വിശ്വാസ ജീവിതം. ഒരു വിശ്വാസിയേക്കാൾ പിശാച് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ദൈവ വേലക്കാരനെയാണ്. അതും സമൂഹത്തിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരുവനെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവനെ ഉപദേശത്തിൽ നിന്ന് തെറ്റിക്കാൻ കഴിഞ്ഞാൽ അവൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുവോ അവരിലേക്ക് എല്ലാം ഈ ദുരുപദേശത്തെയാണ് തൊടുത്തുവിടാൻ ഇടയാകുന്നത്. അവന് ഹോൾസെയിലായിട്ട് ഒറ്റയടിക്ക് അനേക വിശുദ്ധന്മാരെ അവന്റെ സൈഡിലേക്ക് തിരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇതൊക്കെ ദൈവവചനത്തിൽ നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്ന ദൈവവചന സത്യങ്ങളാണ്. അവർ ക്ലെയിം ചെയ്യുന്നത് നോക്കുക, ഞങ്ങൾ നിന്റെ നാമത്തിലാണല്ലോ ഇതൊക്കെ ചെയ്തത്. എന്നാൽ കർത്താവ് പറയുന്ന വാക്ക്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ഡീൽ വിത്ത് യു, നിങ്ങളുമായി എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശുശ്രൂഷ ചെയ്തിട്ടുമുണ്ട്, യേശുവിന്റെ നാമം ഉപയോഗിച്ചിട്ടുണ്ട്, ഭൂതം പുറത്തായിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, ഭൂതം പുറത്തായിട്ടുണ്ട്. ഇതൊക്കെ വ്യാജമായ അടയാളങ്ങളാണ്. സ്തോത്രം. ഇത് ജനുവിനായി പരിശുദ്ധാത്മാവിലുള്ള ഒരു ശുശ്രൂഷയിൽ വന്നതല്ല. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് പോലെ വ്യാജത്തിന്റെ ഒരു വ്യാപാര ശക്തി മറുഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് മറന്നു പോകരുത്. കാരണം അവിടെയും എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ അവിടേക്കും വശീകരിക്കപ്പെട്ടാൻ ഇടയാകുന്നത്. ഒരു അന്യ ദൈവത്തിന്റെ നാമത്തിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും നമ്മളൊന്ന് നോക്കുക, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനം അവിടേക്ക് വശീകരിക്കപ്പെട്ടും ജനം ദൈവത്തിലുള്ള ആ ആശ്രയം പോലെ തന്നെ അവരന്ധമായി വിശ്വസിക്കുന്നത് അതും ദൈവമാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് അവിടേക്കും ഇവിടേക്കും ഒക്കെ പോകാനിടയാകുന്നത്. അപ്പോൾ ക്രിസ്തുവേശുവിന്റെ നാമവും പേറി അത്ഭുതങ്ങൾ നടക്കുന്നത് കൊണ്ടോ അടയാളങ്ങൾ നടക്കുന്നത് കൊണ്ടോ അത് ജെനുവിൻലി ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ആരും പൂർണ്ണമായി വിശ്വസിക്കരുത്. അൺലെസ് ഇറ്റ് ഈസ് ബീൻ കൺഫേം. അതൊരു ദൈവവചന പ്രകാരവും പരിശുദ്ധാത്മാവിലും ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം അതിനെ കൺഫേം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് വെദർ ഇറ്റ് ഈസ് ഫ്രം ഗോഡ് ഓർ നോട്ട്. കാരണം അത് തിരിച്ചറിയണമെന്നും വിവേചിക്കണമെന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മത്തായി സുവിശേഷം 24-ാം അധ്യായം 4-5 വാക്യങ്ങൾ എടുത്താട്ടെ. മത്തായി സുവിശേഷം 24-4-5. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ യേശു പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. അനേകർ എന്റെ പേരും എടുത്തു വന്ന്
എന്റെ നാമത്തിലാണ് ശുശ്രൂഷിക്കുന്നതെന്ന് സമൂഹ മധ്യേ ലോകത്തോട് വെളിപ്പെടുത്തും. നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഒരു വാർണിംഗ് ആണ് അവിടെ. നിങ്ങളെ തെറ്റിക്കാൻ ഒരു ശ്രമം നടത്തും. പിശാച് അന്ത്യകാലത്ത് അവൻ അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരുവനെ കിട്ടുക എന്നുള്ളത് പിശാചിന്റെ മെയിൻ ഉദ്ദേശം. അവൻ പാപത്തിൽ കിടക്കുന്ന ഒരുവനെ പിശാച് ഒന്നും ചെയ്യണ്ട. രക്ഷിക്കപ്പെട്ട ഒരുവനെ ആ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് പിശാചിനൊന്ന് തിരിക്കാൻ കഴിഞ്ഞാൽ അവൻ അവിടെ ആഘോഷിക്കും. കാരണം നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വൃതനെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ദൈവം എന്തിനോട് അനുവദിക്കുന്നത്? ദൈവം നമുക്ക് വചനവും പരിജ്ഞാനവും പരിശുദ്ധാത്മാവും തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് കേൾക്കുന്നതെന്നും എന്താണ് ഗ്രഹിക്കുന്നതെന്നും എന്താണ് മനസ്സിലാക്കുന്നതെന്നും നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. കാരണം അപ്പസ്തോലനായ പൗലോസ് പോലും നിന്ന് പ്രസംഗിച്ചപ്പോൾ ബെറോവയിലുള്ളവരെ കുറിച്ച് പറയുന്നത് അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ബുദ്ധിമാന്മാരായിരുന്നു. എന്താണ് അവരുടെ ബുദ്ധിയുടെ വൈഭവം? പ്രസംഗിച്ചത് പൗലോസ് ആണെങ്കിലും അത് ദൈവവചനത്തിൽ ഉള്ളത് തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകൾ വെച്ച് അവർ ശോധന ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനം നമ്മൾ വായിക്കുന്ന വിടുതലിന് വേണ്ടി മാത്രമല്ല. ആമേൻ, സ്തോത്രം. നമുക്ക് പരിജ്ഞാനം വചനത്തിലൂടെ കിട്ടുന്നത് വ്യാജമായതിനെ, ആമേൻ, സ്തോത്രം, ദുരുപദേശങ്ങളെ, അത് കള്ളനോട്ട് പോലെ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പ്രസംഗത്തിന്റെ ശൈലി കേട്ടത് കൊണ്ടോ ശുശ്രൂഷയുടെ രീതി കണ്ടത് കൊണ്ടോ ഒരിക്കലും അത് ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് നമുക്ക് നേരിട്ട് പറയാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവിലുള്ളതിന് അതിൻ്റെതായ ചില പ്രാധാന്യങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവിലാണ് നാം പലതും വിവേചിച്ച് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഈ വചനത്തിന്റെ നമ്മൾ അല്പം കൂടെ ആഴത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാം. 24-ാം അധ്യായം മത്തായി സുവിശേഷത്തിന്റെ 23, 24 കൂടെ വായിച്ചത്. അന്ന് ആരാനും നിങ്ങളോട് ഇത് ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇവിടെ അല്ല, ക്രിസ്തു അവിടെ. ക്രിസ്തു ഇവിടെ അല്ല, ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നോക്ക്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കുക. വൃതന്മാരെ പോലും വഴി തെറ്റിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ചില സത്യങ്ങളാണ്. വൃതന്മാരെ പോലും വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരായി വേർതിരിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ നോക്കി പാർത്തിരിക്കുന്നവർ, അവരെ പോലും വഴിതെറ്റിക്കത്ത. ഇത് അന്ത്യകാലത്തിന്റെ ചില പ്രത്യേക കാര്യങ്ങളാണ്. വൃതന്മാർ, കാരണം ഈ റിവൈവൽ ഇപ്പോ നോക്കുക വർദ്ധിച്ചു വരികയാണ്. ഈ റിവൈവൽ എന്ന് പറയുന്നതെല്ലാം ജെനുവിനായ ഒരു ദൈവപ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ ഇന്നത്തെ തലമുറയിൽ സാധ്യമല്ല. കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും ഇത് വലിയ റിവൈവൽ ആണെന്ന്. വാസ്തവത്തിൽ ഈ യഥാർത്ഥ റിവൈവൽ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ച ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ. യഥാർത്ഥ റിവൈവൽ എന്ന് പറഞ്ഞ മാനസാന്തരവും പാപബോധവുമാണ്. യഥാർത്ഥ റിവൈവൽ വരുത്തിയ ആളാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ദേശത്ത് ഏറ്റവും ശക്തമായ ഉണർവാണ് കൊടുത്തത്. പരീശന്മാരും സദൂക്യരും, അവൻ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ലാത്തവരാണ് സദൂക്യർ. അവർ പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അവര് പോലും ആ ശക്തമായ ഉണർവിൽ അവർ മാനസാന്തര സ്നാനത്തിലേക്ക് നടത്തപ്പെട്ടു. അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് കാണുന്നതെല്ലാം ആ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയതയുടെ പല പുറമോടി കാണുന്നുണ്ടെങ്കിലും ജനുവിനായ ഒരു ആമേൻ സ്തോത്രം ദൈവിക ശുശ്രൂഷയുടെ അനുഭവമല്ല ഈ ശുശ്രൂഷകളൊക്കെ വെളിപ്പെടുത്തുന്നത്. എനിവേ നമുക്ക് മുമ്പോട്ടൊന്ന് സഞ്ചരിക്കാം. അപ്പോൾ വൃതന്മാരെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിൽ പിശാചിന്റെ പ്രവർത്തന മണ്ഡലം നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല. ഈ മിന്നിക്കാണുന്നതെല്ലാം പൊന്നല്ല, എല്ലാം ആത്മീയമാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അവിടെ പാട്ടുണ്ട്, പാട്ടിനകത്ത് യേശുവിനെ കുറിച്ചുണ്ട്, പാട്ടിനകത്ത് യേശുവിന്റെ നാമത്തിലുള്ള വിടുതലുണ്ട്. അതെല്ലാം പുറമേ കാണിക്കുന്ന ചില കാര്യങ്ങളാണ്. ജനുവിനായിട്ട് വെളിപ്പെടേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വൃതന്മാരായവർ പോലും വഴിതെറ്റിപ്പോകാം.
കാരണം സാത്താന്റെ വ്യാപാര ശക്തിയാൽ വ്യാജമായ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. സാത്താന് ഒരു വ്യാപാര ശക്തി ഉണ്ട്. വാസ്തവത്തിൽ സാത്താന്റെ വ്യാപാര ശക്തി എന്ന് പറഞ്ഞത് ദൈവം കൊടുത്തത് തന്നെയാണ്. ദൈവം അവനെ ജ്ഞാനം കൊണ്ട് അലങ്കരിച്ചിരുന്നു. കാരണം സാത്താൻ എന്ന് പറഞ്ഞവൻ സാത്താൻ ആയിത്തീർന്നതാണ്. ദൈവം സാത്താനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചതൊരു കെരൂബിനെയാണ്. ആ കെരൂബ് ദൈവത്തോട് പാപം ചെയ്തവൻ സാത്താനായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവം അവന് കൊടുത്തിരുന്ന ഗിഫ്റ്റ് ഉണ്ട്. ദൈവമക്കളെ മനസ്സിലാക്കുക, ദൈവം ഇത്ര ഔദാര്യമതിയാണ്. ആർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കുന്നവനല്ല ദൈവം. അതുകൊണ്ടാണ് പല ദൈവദാസന്മാര് പോലും ദൈവം കൊടുത്ത കൃപയെ കച്ചവടം നടത്തി ആമേൻ അതിൽ നിന്നും ആദായം കൊയ്യുമ്പോഴും ദൈവ കൃപാവരത്തെ തിരിച്ചെടുക്കുന്നില്ല. ആമേൻ സ്തോത്രം. റോമാലേഖനത്തിലെ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ട്. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ദൈവം ഒരു വ്യക്തിക്ക് കൃപാവരങ്ങളും ആമേൻ സ്തോത്രം ശുശ്രൂഷകളും ഒക്കെ നൽകി കൊടുത്ത വാസ്തവത്തിലെ ശുശ്രൂഷ ദൈവത്തിനു വേണ്ടി ചെയ്യേണ്ടതിനും കൃപാവരം ദൈവസഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടി ചെയ്യേണ്ടതിനും ദൈവം കൊടുത്തതാണ്. സാത്താനും ദൈവം ഈ വക കാര്യങ്ങളൊക്കെ കൊടുത്തത് നല്ലതിനു വേണ്ടിയാണ്. എന്നാൽ അവൻ വഴി വിട്ടുപോയി ദൈവഹിതമല്ലാത്ത കാര്യത്തിനു വേണ്ടി അതിനെയൊക്കെ ഉപയോഗിച്ചു. ഇന്നും പല ശുശ്രൂഷകരും ഇത് തന്നെ ചെയ്യുന്നത്. ദൈവം അവരെ അലങ്കരിച്ച കൃപാവരങ്ങൾ, എന്തിനു വേണ്ടി അവർക്ക് കൃപാവരം കൊടുത്തത്? ദൈവസഭയുടെ ഉദ്ധാരണത്തിന്, ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിന്. അതിനുവേണ്ടി ദൈവം കൊടുത്ത കൃപാവരത്തെ അവർ ദോഷമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇതാണ് കർത്താവ് പറഞ്ഞത്. അവൻ എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി. നീ ഞങ്ങൾക്ക് തന്ന കൃപാവരം കൊണ്ടാണ്. ശരിയാണ്, ദൈവം കൊടുത്തിരുന്ന കൃപാവരത്തെ ശരിയായ രീതിയിൽ അവർ ഉപയോഗിക്കാതെ വഴിവിട്ട് പോയപ്പോൾ, അതിനെ മിസ്യൂസ് ചെയ്തപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. പക്ഷെ ആ കൃപാവരം അവരിൽ നിന്ന് തിരിച്ചെടുത്തിട്ടില്ല. ഇത് വെച്ചാണ് പലപ്പോഴും പിശാചി കൃപാവരം വെച്ച് മനുഷ്യനെ അവൻ വശീകരിക്കുന്നത്. നല്ല ആത്മാവിൽ പകർന്ന കൃപാവരത്തെ ദൈവഹിതപ്രകാരം വിനിയോഗിക്കാതിരിക്കുമ്പോൾ അതിന്റെ മേൽ സാത്താൻ ആധിപത്യം എടുത്തുകൊണ്ട് ആ വ്യക്തിയെ സാത്താന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ദൈവം കൊടുക്കുന്ന കൃപാവരത്തെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താതെ, ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിക്കാതെ താങ്കൾക്ക് വേണ്ടി അതിനെ ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്യുമ്പോൾ അവൻ ദൈവ സാന്നിധ്യം ഇവിടെ നഷ്ടപ്പെടുകയും ആ ആധിപത്യം സാത്താൻ എടുത്തുകൊണ്ട് സാത്താൻ അവനെ തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോഴും ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്? കൃപാവരം ജ്വലിക്കുന്നുണ്ടല്ലോ, ദൈവമാണ് കൂടിരുന്ന് പ്രവർത്തിക്കുന്നത്, അത് വേറൊരു ദൈവമാണെന്ന് ആണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാനല്ല നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കൃപാവരം തന്നു എന്നുള്ളത് സത്യമാണ്. എന്റെ നാമ മഹത്വത്തിന് വേണ്ടി തന്നതിനെ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാതിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ വഴികളിലൂടെ പോയി അതിന് മേൽ സാത്താൻ ആധിപത്യം എടുക്കാനിടയായി തീർന്നു. അപ്പോൾ വൃതന്മാരായവർ പോലും വഴിതെറ്റിപ്പോകാം. കാരണം സാത്താന്റെ വ്യാപാര ശക്തിയാൽ വ്യാജമായ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. വായിച്ചോട്ടെ, 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. സാത്താന്റെ വ്യാപാര ശക്തിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഒരു കാലമാണിത്. പിശാചി ശക്തമായിട്ട്
ആമേൻ തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൽ വൃതന്മാരായവരെ പോലും വശീകരിച്ചുകൊണ്ട്, സത്യത്തിന്റെ പാതയിൽ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട്, സാക്ഷാൽ ദൈവത്തിന് വേണ്ടിയുള്ള ആ ദൈവിക ശുശ്രൂഷകളെ ട്വിസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട്, ആ സത്യത്തിൽ നിന്നും സത്യത്തിന് യോജിക്കാത്ത വ്യാപാര ശക്തി കൊണ്ട് സാത്താൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇടയാകുന്നു. ഇതെല്ലാം നടത്തുന്നത് യേശുവിന്റെ നാമത്തിലാകയാൽ പരിജ്ഞാനമില്ലാത്തവർ വഞ്ചിതരായി മാറുന്നു. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പരിജ്ഞാനം നമുക്ക് വേണ്ടത്. എവിടെ ഒരു ശുശ്രൂഷ നടക്കുമ്പോഴും ആ ശുശ്രൂഷ ദൈവത്തിൽ നിന്നുള്ളതോ, ആ ശുശ്രൂഷ ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കുന്നതോ, യേശു പറഞ്ഞിരിക്കുന്ന വചനത്തിനുള്ളിലും അപ്പസ്തോലന്മാർ ഉപദേശിച്ചു തന്ന ഉപദേശത്തിനുള്ളിലും അത് നിൽക്കുന്നില്ല എങ്കിൽ മനുഷ്യർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ പുതിയ കാര്യം വെളിപ്പെടുത്തി തരുമെന്നുള്ളത് ആമേൻ സ്തോത്രം യേശു പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തല്ല. പരിശുദ്ധാത്മാവ് അഡീഷണലി ഒന്നും പറയത്തില്ല. യേശു പറഞ്ഞിരിക്കുന്ന വചനത്തെ സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു ഉപദേശവും ഒരു വെളിപ്പാടും പരിശുദ്ധാത്മാവ് നൽകില്ല. കാരണം യേശുവാണ് സാക്ഷാൽ വചനം. സാക്ഷാൽ വചനമാകുന്ന യേശു പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചുവെങ്കിൽ അന്ത്യനാളിൽ പുത്രൻ മുഖാന്തരം നേരിട്ട് സംസാരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണ്? യേശു സംസാരിച്ച കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഇരിക്കുന്നത് സന്ദർഭോചിതമായി മനുഷ്യരോട് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ആത്മാവ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താ? പുതിയത് കൊണ്ടൊന്നങ്ങ് തരികയല്ല. നമ്മുടെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ദൈവവചനത്തെ ആത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് നല്ല ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണമെന്ന് പറയുന്നത്. സമയാസമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ വചനത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരാനിടയാകും. അല്ലാതെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായി ഒന്നും കൊണ്ടുവന്ന് തരുന്നില്ല. ഇത് മനുഷ്യനൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ആത്മാവ് ഇപ്പൊ എനിക്ക് തന്നതാണ്, ആത്മാവ് ഇന്നലെ രാത്രിയിൽ എനിക്ക് തന്നതാണ്. ഒരു കാര്യം വ്യക്തമാക്കുക, യേശു പറഞ്ഞിരിക്കുന്നതിന് യോജിക്കാത്ത ഒരു വെളിപ്പാടും പരിശുദ്ധാത്മാവിൽ നിന്നല്ല. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിനകത്ത് ഉൾപ്പെടാത്ത ഒരു ഉപദേശവും ദൈവത്തിൽ നിന്നുള്ളതല്ല. നമ്മൾ അവിടേക്ക് കടന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വാക്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ മാറിപ്പോകണം. കാരണം മനുഷ്യനെ ശുശ്രൂഷകര് വഞ്ചിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ ആമേൻ സ്തോത്രം അന്ധരാക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നതെന്ന് ആമേൻ സ്തോത്രം ഒന്ന് മനസ്സിലാക്കി നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 16:13 ഒന്ന് വായിച്ചു. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. താൻ സ്വയമായി ഒന്നും ചെയ്യാതെ. അപ്പോൾ യേശുവിൽ നിന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നത്. രണ്ടാമത് അതിനോട് ചേർന്ന് വേറൊരു വാക്യം കൂടെ ഉണ്ട്. അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. അതിന്റെ 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിച്ചാൽ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. Underline that verse.
ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. ഇന്നത്തെ ശുശ്രൂഷകന്മാരുടെ അവകാശവാദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് സ്പെഷ്യലായിട്ട് എന്തോ എനിക്ക് വേണ്ടി രാത്രിയിൽ കൊണ്ടുവന്ന് ഒരു എൻവലപ്പിനകത്തിട്ട് തന്നതുപോലെയാ പറയുന്നത്. പരിശുദ്ധാത്മാവ് യേശു സംസാരിച്ച ഒരു വചനത്തെയും സൂപ്പർസീഡ് ചെയ്യുന്നില്ല. യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി തരുന്നു, ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പരിശുദ്ധാത്മാവ് സ്വയമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് 16-ാം അധ്യായത്തിലെ വാക്യം നമ്മൾ വായിച്ചു. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളവ വരുവാനുള്ള കാര്യങ്ങൾ യേശു പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി പരിശുദ്ധാത്മാവ് ഒന്നും സംസാരിക്കില്ല. എത്ര കാലം മുന്നോട്ട് പോയാലും, സയൻസ് എത്ര പുരോഗതി പ്രാപിച്ചാലും, ശാസ്ത്രം എത്ര ഉയർച്ച പ്രാപിച്ചാലും, ദൈവത്തിന്റെ വചനത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൽ ചേരാത്ത ഒരു ഉപദേശവും പരിശുദ്ധാത്മാവിൽ നിന്നല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പല കാര്യങ്ങൾ എനിക്ക് ലഭിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ വചനത്തിന്റെ ഫ്രെയിമിനുള്ളിൽ ഉൾപ്പെടാത്ത ഏത് ഉപദേശവും ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അത് ഏത് പ്രഗത്ഭൻ പ്രസ്താവിക്കട്ടെ, അത് ഏത് സമൂഹത്തിൽ പേരും പെരുമയുള്ള ശുശ്രൂഷകൻ ശുശ്രൂഷിക്കട്ടെ, ദൈവവചനത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന ആമേൻ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കാത്ത ഒരു ഉപദേശവും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ആമേൻ, സ്തോത്രം. അപ്പോൾ വൃതന്മാരെ വഴിതെറ്റിക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ പരിജ്ഞാനത്തിലാണ് നാം ഇതിനെ മനസ്സിലാക്കുന്നത്. സത്യമാർഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസ ഉപദേശങ്ങൾ തള്ളി ഇത്തരക്കാരോട് ചേരുവാനിടയായി തീരുന്നു. അതായത് കേൾക്കാൻ ഇമ്പം തോന്നും, മനസ്സിന് നല്ലതെന്ന് തോന്നും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്ന പിശാച് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും. അതിന് ഒരു വശീകരണം ഉണ്ടെന്ന് മറക്കരുത്. നമുക്കറിയാം, ഈ കൊച്ചു തെക്കൻ കേരളത്തിൽ ഒരു അമ്മ എന്ന പേരിലുള്ള ഒരാളുണ്ടല്ലോ. അവരൊരു പ്രാവശ്യം കെട്ടിപ്പിടിച്ചാൽ മതി എന്നാ പറയുന്നത്. അതൊരു വ്യാപാര ശക്തിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. അതൊരു വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാണ്. അതൊരു ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് ആണ് മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? വശീകരിക്കുന്നത്. അപ്പോൾ വ്യാജത്തിന്റെ വ്യാപാര ശക്തി ലോകത്തിലുണ്ട്. വ്യാജമായ വ്യാപാര ശക്തിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ സത്യമാർഗത്തിലല്ലാത്തത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വചന സത്യത്തിന് ചേരാത്തതും യോഗ്യമല്ലാത്തതുമായ ഇതെല്ലാം വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാലാണ് നടക്കുന്നത്. അവിടെ യേശുവിന്റെ പേര് പറഞ്ഞത് കൊണ്ട് അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ആരും ചിന്തിച്ചേക്കരുത്. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ നാമവും പേറി പലരും വരും, എന്റെ നാമത്തിൽ അവർ പ്രവചിച്ചെന്ന് പറയും, എന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തെന്ന് പറയും, പക്ഷെ ഞാനവരെ അറിയുന്നില്ല. ആമേൻ, സ്തോത്രം. അവരുടെ വിശ്വാസം മാത്രമല്ല, വാസ്തവത്തിൽ വിശുദ്ധന്മാരായ ഇന്നലകളിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നവരെ ഈ വശീകരണക്കാര് അവരുടെ സൈഡിലേക്ക് തിരിച്ച് ആമേൻ പരിജ്ഞാനമില്ലാതെ വരുമ്പോഴാണ് വാസ്തവത്തിൽ കേൾക്കുന്നതിന്റെ പിന്നാലെ ഓടുന്നത്. എന്നാൽ ദൈവവചന പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ ഓരോ പ്രസംഗവും ഞാനും നിങ്ങളും വിവേചിക്കണം. എന്താണ് ഞാൻ കേൾക്കുന്നത്? എന്താണ് ഞാൻ പ്രാപിക്കുന്നത്? എന്താണ് ഈ സന്ദേശത്തിലൂടെ എന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവവചനത്തിന് യോഗ്യമായ ഒരു പ്രബോധനമാണോ അതിലൂടെ ലഭിക്കുന്നത്? അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. വായിച്ചോട്ടെ, പത്രോസ് ഈ വചനഭാഗത്തെ കുറിച്ച് പറയുന്ന ഒരു വചനം നോക്കുക. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഈ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ രക്ഷാനായകനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളി എന്നുള്ള അർത്ഥത്തിലല്ല. ആ വചനമൊക്കെ വായിക്കുമ്പോൾ
നമുക്ക് പെട്ടെന്നൊരു ചിന്ത വരും, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ഇല്ലാത്തവരാണെന്നുള്ള അർത്ഥത്തിലാണെന്നോ? അല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പത്രോസ് പറയുന്ന വചനഭാഗം ശ്രദ്ധിക്കണം. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളഞ്ഞു, തള്ളിപ്പറഞ്ഞു. എന്താ ഈ നാഥനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ? ഇതാണ് ഇവിടുത്തെ ഒരു കണ്ണിങ്നെസ്. വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളി എന്നുള്ള അർത്ഥത്തിലല്ല. തള്ളിയത് എന്താണ് വാസ്തവത്തിൽ? അവന്റെ ക്രൂശിനെ അങ്ങ് തള്ളി. നമ്മൾ ഇന്നത്തെ ട്രെൻഡ് ഒന്ന് നോക്കുക. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം തള്ളി, യേശുവിന്റെ രക്തത്തിലുള്ള പാപക്ഷമ തള്ളി, അവന്റെ ക്രൂശ് മരണത്തിലുള്ള വീണ്ടെടുപ്പ് തള്ളി എന്ന് പറഞ്ഞാൽ അതിനൊന്നും എന്തില്ല, പ്രയോറിറ്റി ഇല്ല. എന്നാൽ സ്റ്റേജ് കയറുമ്പോഴേ കേൾക്കുന്ന എന്താ? ഇന്ന് നിന്റെ വിടുതലാണ്. നമ്മളെ ശ്രദ്ധിക്കുക, ഇന്ന് നിന്റെ ദിവസമാണ്, ദൈവം നിനക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്ത് തുടങ്ങുകയാണ്. എന്നാൽ നമ്മൾ ആഴത്തിൽ ശ്രദ്ധിച്ചാൽ ക്രൂശില്ല ഇവിടെ. വാസ്തവത്തിൽ യേശുവിന്റെ രക്തമാണ് നമ്മെ പിതാവിനോട് നിരപ്പിക്കുന്നത്. നമ്മൾ ഈ കണ്ണിങ്നെസ് എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കണം. സ്റ്റേജിലോട്ട് അങ്ങോട്ട് കയറിയാൽ ഉടനെ വരുന്ന എന്താണ്? അത്ഭുത വിടുതലിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൂശിന് പ്രാധാന്യം കൊടുക്കാതെ, യേശുവിന്റെ രക്തത്തിന് പ്രാധാന്യം കൊടുക്കാതെ, മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് പ്രാധാന്യം കൊടുക്കാതെ, ആ അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുത്ത് പ്രസംഗിക്കേണ്ട വിഷയത്തെ, മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന വിഷയത്തെ പ്രസംഗിക്കാതെ, കാരണം അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആള് വരവ് നിൽക്കും. ആള് കൂടണ്ടേ? ആള് കൂടണമെങ്കിൽ വിടുതൽ വേണം. ക്രൂശിനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ ആള് കാണത്തില്ല. എന്നിട്ട് അടുത്ത താഴോട്ട് വായിച്ചാട്ടെ. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. ഇതാണ് ശ്രദ്ധിക്കേണ്ട. അവരുടെ പ്രവർത്തികളെ പലരും അനുകരിക്കും. ആരാ? വിശ്വാസികളായി ജീവിച്ചിരുന്ന പലരും, സത്യത്തിന്റെ പാതയിൽ നടന്നിരുന്ന പലരും, പെന്തക്കോസ് അനുഭവത്തിൽ ജീവിച്ചിരുന്ന പലരും അവരുടെ മാർഗത്തെ അനുകരിക്കും. എന്നിട്ട് അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അടുത്തത്, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവർ നിങ്ങളെ കച്ചവട ചരക്കാക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ വിറ്റ് കാശ് വാങ്ങിക്കുമെന്ന്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് ഉയർത്തുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അവർക്ക് വിടുതൽ നടക്കുന്നുണ്ട്. അവരുടെ പോക്കറ്റിന് വലിയ വിടുതൽ നടക്കുകയാണ്. സത്യത്തിന്റെ പാതയല്ലത്. കാരണം ക്രൂശ്, അപ്പോസ്തലനായ പൗലോസ് ഒരിടത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ക്രൂശിനെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് എന്റെ കഷ്ടത മുഴുവൻ. ഞാൻ ക്രൂശിനെ പ്രസംഗിക്കാതിരുന്ന എനിക്കൊരു പ്രശ്നവുമില്ല. ഒരു യഥാർത്ഥ ദൈവവചന ശുശ്രൂഷയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടത്. കുറെ നാള് മുമ്പ് ഈ മാർഗത്തിലുള്ള ഒരു വിദ്വാൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. പരസ്യമായിട്ട് നിന്നും, യേശുക്രിസ്തു ക്രൂശിൽ ദുർബലനായിട്ട് കാണപ്പെടുന്നു. എന്തൊരു തെറ്റായ സന്ദേശം പറഞ്ഞത്. യേശുക്രിസ്തു ദുർബലനായി ക്രൂശി കിടക്കുന്നു. അവനെ ദുർബലനാക്കിയത് ആരാണ്? മനുഷ്യന്റെ പാപമാണ്. അവൻ സ്വയം ദുർബലനായതല്ല. അവനെ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്റെ പാപം കൊണ്ട് എത്തിച്ചു. ഇപ്പൊ സമൂഹത്തിൽ നാം കേൾക്കുന്ന പല സന്ദേശങ്ങളും ദൈവവചനത്തിന് യോജിച്ചതല്ല എങ്കിൽ അതെല്ലാം വ്യാജത്തിന്റെ പാതയാണ്. സത്യത്തിന്റെ പാത വളരെ ക്ലിയറാണ്, വ്യക്തമാണ്.
അവിടെ യാതൊരു ആഡ് ഓൺ സർവീസിന്റെ ആവശ്യമില്ല. ഇപ്പൊ പത്രോസ് ഇവിടെ പറയുന്നു, സത്യമാർഗം ദുഷിക്കപ്പെടും, അവർ നിങ്ങളെ വാണിഭമാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അവർ ഉപജീവനം നടത്തും, നിങ്ങളെ വിറ്റ് കാശാക്കുമെന്നാ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. രണ്ടാമത് 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 4:1. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4:1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് വെളിവായി പറയുന്നു. പൗലോസ് ആത്മാവിൽ കണ്ടിട്ട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം പോലും തള്ളിക്കളയുന്ന രീതിയിൽ വ്യാജന്മാര് പ്രവർത്തിക്കും. നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്ന അതിവിശുദ്ധ വിശ്വാസത്തെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് എത്ര ആഴം വരെ പോയെന്ന് നോക്കുക. പൗലോസ് ഇവിടെ തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ ഭാവി കാലത്ത് എന്ന് പറഞ്ഞാൽ വെളിപ്പെടാനിരിക്കുന്ന പലതും പരിശുദ്ധാത്മാവിൽ അവർ വെളിപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ദൈവത്തിൽ നിന്നല്ലാത്ത ഉപദേശങ്ങൾ വരും. എന്നാൽ മറന്നു പോകരുത്, യേശു എന്ന പേര് അവിടെ ഉണ്ടാവും. കാരണം യേശു അവിടെ പേരുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മുന്നിൽ ആരുടെ പേര് വെക്കും? യേശുവിന്റെ പേര് വെച്ചോണ്ടാണ് ഇതെല്ലാം നടത്തുന്നത്. വാസ്തവത്തിൽ യേശുവിന് അതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പരിശുദ്ധാത്മാവിന് അവിടെ എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം യേശു ക്രിസ്തുവിനെ ഉയർത്താത്ത ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവിലുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി തന്നെ ടു എക്സോൾട്ട് ജീസസ് എന്നുള്ള അർത്ഥത്തിലാണ്. പരിശുദ്ധാത്മാവിനെ തന്നത് തന്നെ ക്രിസ്തുവിന്റെ സാക്ഷികളാകാനാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിന് പുതിയ ഒരു ശുശ്രൂഷയുമില്ല. അവൻ നമ്മെ സകല സത്യത്തിലും നടത്തുകയും യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ ഉയർത്തുക, അതാണ് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയിൽ പരിശുദ്ധാത്മാവിനെ ഇട്ട് എന്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ പേരും പറഞ്ഞ് യേശുവിന്റെ പേരും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് വചനവിരുദ്ധമാണ്. ക്രിസ്തീയരെന്ന് തോന്നിപ്പിക്കുന്നതും ദൈവവചന വിരുദ്ധമായ അനേക കൾട്ട് ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. അനവധി കൾട്ട് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ തോന്നുന്നത് എങ്ങനെയാ? ക്രിസ്തീയരെന്ന് തോന്നുന്ന രീതിയിൽ. നോക്കുക, പൗലോസ് വാൺ ചെയ്തിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29-30. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ആ വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നിങ്ങളോട് കൂടെ ഇരുന്നവർ, പെന്തക്കോസ്തിന്റെ ഉപദേശത്തെ പ്രസംഗിച്ച് നടന്നവർ. പൗലോസോടെ വാൺ ചെയ്യുകയാണ്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇന്നലകളിൽ നടത്തിയവർ തന്നെ മനുഷ്യനെ തെറ്റിക്കും. പേരെടുത്ത് ഞാൻ വേണമെങ്കിൽ പറയാം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സജിത്ത്. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ പാസ്റ്റർ സജിത്ത്. ഇന്ന് അദ്ദേഹം എവിടെയാണ്? നമ്മൾ ഈ കാലഘട്ടം നമ്മൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങളുടെ ഇടയിൽ നിന്ന് പലരും എഴുന്നേക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇന്നലകളിൽ
ആത്മാവിന്റെ നിറവിൽ ദൈവസഭയെ ശുശ്രൂഷിച്ചവർ വിപരീത ഉപദേശവുമായി കൾട്ട് ഗ്രൂപ്പുകളെ ഉണ്ടാക്കും. ഇതൊക്കെ വചനത്തിനകത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അനവധി കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. അവർ ക്രിസ്തുവിനെ അല്ല ഉയർത്തുന്നത്, അവരെ തന്നെയാ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവരുടെ പേരും പെരുമയുമാണ് വരുത്തുന്നത്. എന്നാൽ കൂട്ടത്തിൽ ആരെ കൂടെ പിടിച്ചു നിർത്തും? പാവപ്പെട്ട യേശുവിനെ കുറിച്ച്. ഞാൻ പാവപ്പെട്ട എന്ന് പറഞ്ഞ യേശു പാവപ്പെട്ടവനല്ല. യേശുവിനെ സൈഡിൽ പിടിച്ചു നിർത്തും. കാരണം യേശുവിന്റെ പേരുണ്ടെങ്കിലേ ജനം വരത്തുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ ദൈവവചനത്തിന് യോഗ്യമല്ലാത്ത വിപരീത ഉപദേശം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാർ ഉപദേശിച്ച് തന്നതിന് യോജിക്കാത്ത, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിന് ചേരാത്ത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. അത് കണ്ടിന്യൂ ചെയ്താട്ടെ. 29, 30 വായിച്ചാണ്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പേ. ബി വിജിലന്റ്. നിങ്ങൾ കേൾക്കുന്ന പ്രസംഗം എന്താണെന്ന് വിവേചിക്കുവിൻ. നമ്മളെ ഒരുപാട് പ്രസംഗം, പ്രത്യേകിച്ച് ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഇഷ്ടം പോലെ പ്രസംഗങ്ങളാ. എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണോ, യേശുവിന്റെ പേരവിടെ ഉള്ളത് കൊണ്ട് അതൊരു ജെനുവിൻ ഉപദേശത്തിൽ പെട്ടതാണോ എന്ന് പരിജ്ഞാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. മുക്കുമണ്ടം കണ്ടാലും സ്വർണം കണ്ടാലും കാഴ്ചയ്ക്ക് അതുപോലെ ഇരിക്കും, ഒരുപോലെ ഇരിക്കും. പരിശോധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയുന്നത്. ശോധന കഴിക്കുമ്പോൾ നാം കേൾക്കുന്ന ദൈവവചനം, അതിനകത്ത് യേശു ഉണ്ടാകും, സൗഖ്യമുണ്ടാകും, വിടുതലുണ്ടാകും. എന്നാൽ പ്രാധാന്യം കൊടുക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അത്ഭുതം പ്രവർത്തിക്കാനല്ല, അവനാൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിന്. അപ്പൊ യേശുക്രിസ്തുവിലൂടെയുള്ള പ്രാണന്റെ വീണ്ടെടുപ്പിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കൂട്ടവും ദൈവം അംഗീകരിക്കുന്നില്ല. തന്റെ പുത്രനെ പരസ്യ കോലമാക്കി തീർത്തത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറവൻ വിരൂപനായി തീർന്നത്, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന. അതുകൊണ്ടാ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതി ചോദിക്കുക, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, അതിന് പ്രാധാന്യം കൊടുക്കാതെ പോയാൽ എങ്ങനെ ദൈവത്തിന്റെ കയ്യിൽ തെറ്റി ഒഴിയും? അപ്പൊ യേശുവിന്റെ നാമത്തിൽ ഏത് ശുശ്രൂഷ, എവിടെ ഏത് പ്രഗത്ഭം ചെയ്താലും ക്രൂശിനെ ഉയർത്താത്ത, എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്താത്ത, അവന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത, വിടുതൽ മാത്രം പറഞ്ഞ് നടക്കുകയല്ല, അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കാത്ത, അവന്റെ മടങ്ങി വരവിനെ പ്രസംഗിക്കാത്ത എത്ര കൂട്ടങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട് യേശുവിന്റെ വരവിനെ കുറിച്ച്. യേശുവിന്റെ ക്രൂശ് മരണവും യേശുവിന്റെ പുനരുദ്ധാനവും യേശുവിന്റെ മടങ്ങിവരവുമാണ് ദൈവസഭ അറിയേണ്ടത്. യേശുവിലേക്ക് ഒരു വ്യക്തി വരുന്നവന്റെ പ്രത്യാശയെ കുറിച്ച് അവന് ബോധമുണ്ടാകണം. ഈ ലോകത്തിൽ കഷ്ടങ്ങളും രോഗങ്ങളും വേദനകളും ഒക്കെ ഉള്ളപ്പോഴും അവൻ നിത്യമായതിനെ കാക്ഷിച്ചുകൊണ്ടാണ് ലോകത്തിൽ ജീവിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കുക എന്നുള്ളതല്ല, അവനെ രക്ഷിച്ച കർത്താവിനെ ചേർക്കാൻ വരുമെന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശയോടെ അവൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറഞ്ഞത്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അവന്റെ പരിജ്ഞാനത്തെ കുറിച്ചുള്ള ശ്രേഷ്ഠത നിമിത്തം ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ശ്രേഷ്ഠതകളെ ഛേദമെന്ന് ഞാൻ എണ്ണി. അടുത്തൊരു വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം
17, 18 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 16, 17 and 18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവേൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. എത്ര മനോഹരമായിട്ട് പൗലോസ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൽ വരും തലമുറയ്ക്കൊരു മാർഗനിർദ്ദേശം തന്നിരിക്കുന്നത്. പൗലോസ് ഇവിടെ പറയുന്ന വാക്കുകളുടെ വ്യാപ്തി നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും, വയറ്റിപ്പഴപ്പാണ് അവരുടെ. എന്നിട്ട് പറയുന്ന വാക്ക് ചക്കര വാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുന്നു. വിപരീത ഉപദേശങ്ങൾ കൊടുത്ത് അവരുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്നും തിരിക്കുന്നു. ഞാൻ പറയുന്നത് ഈ റിവൈവൽ കൂട്ടങ്ങളോടുള്ള എൻ്റെ ഒരു വിയോജിപ്പ് മറ്റൊന്നുമല്ല. പാപത്തെ പാപമായി കാണാതെ അതിനെ മൂടാൻ എത്ര ശ്രമിച്ചാലും, കാരണം ഓരോ പ്രസംഗങ്ങൾ കേൾക്കണം. കുറെ നാളിന് മുമ്പ് ഒരു വമ്പൻ പ്രസംഗിച്ചതാണ്. നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഇതൊക്കെ പ്രഗത്ഭനായ ഒരു ദൈവദാസൻ പ്രസംഗിച്ച വാക്കുകളാണ്. വ്യഭിചാരം ചെയ്താൽ പോലും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുദ്ര ആ വീട്ടിലുണ്ടെങ്കിൽ നത്തിങ് വിൽ ഹാം യു. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ജീവിക്കുന്ന കാലം സത്യമാർഗത്തെ നശിപ്പിക്കുന്ന കാലമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമുണ്ട്. യേശുക്രിസ്തുവിലുള്ള അവന്റെ ക്രൂശ് മരണത്തിലുള്ള ആ വിശ്വാസത്തിന് ഭംഗം വരുന്ന ഒരു വിടുതലും നമുക്ക് വേണ്ട. നമ്മുടെ പ്രാണനെ രക്ഷിക്കാൻ നമ്മോട് വിശ്വസ്തത കാണിച്ച ദൈവം നമ്മുടെ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. നമുക്ക് ലഭിക്കേണ്ട ഒരു വാഗ്ദത്തവും ദൈവം നഷ്ടപ്പെടുത്തുകയില്ല. നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുത്ത് പ്രസംഗത്തിന്റെ പിന്നാലെ ആരും ഓടിയേക്കരുതേ. വാചാലതയുടെ പിന്നാലെ ആരും പോയേക്കരുതേ. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ പോലും ഡിസേൺ ഇറ്റ്. കാരണം പണ്ടത്തെ പാട്ടുകൾ എന്ന് പറയുന്നത് അനുഭവത്തിൽ നിന്ന് വന്ന പാട്ടുകളാണ്. നമ്മുടെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകൾ AC മുറിയിൽ ഇരുന്ന മരുഭൂമിയുടെ പാട്ട് പാടുകയായിരുന്നില്ല. പട്ടിണിയുടെ നടുവിൽ, ക്രൂരമായ ശോധനയുടെ നടുവിൽ അവരുടെ നാവിലൂടെ വന്ന പാട്ടുകളുണ്ട്. അവരുടെ നാവിലൂടെ വന്ന പ്രബോധനങ്ങളുണ്ട്. അത് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ പോലെ ഇന്നും വിലയുള്ളതത്രേ. ദുഃഖത്തിന്റെ പാനപാത്രമൊക്കെ വെറുതെ അങ്ങ് വന്നതല്ല. അഴലേറും ജീവിതം അരുവിൽ എന്നുള്ള പാട്ട് വെറുതെ വന്നതല്ല. ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് മനുഷ്യർ അവരെ ഉപേക്ഷിച്ച് നിന്ദിച്ചും ദുഷിച്ചും പരിഹസിച്ചും അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ പാടുക, സഹജേ കയ്പുള്ള വെള്ളം കുടിച്ചാലും കൽപ്പന പോലെ നടക്കണം. അതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. സുഖലോലുപത്തിന്റെ മാർഗമല്ല. ഉപദേശങ്ങൾ നാം ദൈവവചനത്തിന് യോഗ്യമായ ഉപദേശങ്ങളെ മുറുകെ പിടിക്കണം. വാചാലതയോടെ പ്രസംഗിച്ചത് കൊണ്ടോ പാട്ടുകൾ നല്ല ഈണത്തിൽ വന്നതുകൊണ്ടോ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, അത് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. വിശ്വാസികളായ ഒറ്റ ആള് പോലും പാടിയേക്കരുത് എന്റെ പുരയ്ക്കകത്ത് വരാൻ നീ യോഗ്യനല്ലെന്ന്. ആ പാട്ട് പാടിയേക്കരുത്.
കാരണം യേശുവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ആ പാട്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അത് ശതാധിപൻ പറഞ്ഞോട്ടെ, അവൻ വിശ്വാസിയല്ല, ശതാധിപൻ ആ വാക്ക് ഉപയോഗിക്കാം. എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് യേശുവിന് വരാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല, നാം അവനായിട്ടൊരു ബന്ധവും ഇല്ലെന്നല്ലേ. പാട്ടിന്റെ ഈണവും കേൾക്കാൻ നല്ല സുഖവും തോന്നിയാൽ വ്യക്തി എന്ന നിലയിലല്ല, ബൈബിളിലെ വാക്യം തന്നെയാ. ബൈബിളിൽ ഒരുപാട് വാക്യമുണ്ട്. യൂദായെ കുറിച്ച് പറഞ്ഞ പോയി കെട്ടിയാണ് എത്തുന്ന, അത് വചനമാണോ? യേശു പറഞ്ഞ വാക്കിന് വില കൽപ്പിക്ക്. യേശു പറഞ്ഞ ഓരോ വാക്കുകൾ നമ്മൾ എടുക്കുക. പലരും പലതും പറഞ്ഞിട്ടുണ്ട് അവിടെ. ശതാധിപൻ പറഞ്ഞിട്ടുണ്ട്, രക്തസ്രവക്കാരി പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞ വചനമാണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. മറ്റുള്ളവരൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ വിപരീത ഉപദേശങ്ങളുടെ ഒരു കാലമാണിത്. അങ്ങനെയുള്ള ഒരുപാട് കൂട്ടങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരാളെ പെരുക്കിക്കൊണ്ടിരിക്കുന്ന കാരണം അവിടെ പാപത്തെക്കുറിച്ചൊരു പ്രസംഗമില്ല, ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചൊരു പ്രസംഗമില്ല. അവിടെ വിടുതൽ മാത്രമേ ഉള്ളൂ. കടഭാരങ്ങൾ മാറിപ്പോകും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ സ്ഥിതി അങ്ങ് മാറും. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിക്കളയും ചിലപ്പോ. ദൈവമക്കളെ, ആരും പ്രവചിച്ചിട്ടോ അല്ല നമുക്ക് നന്മ ലഭിക്കുന്നത്. തമ്പുരാൻ നമ്മുടെ കൃപ തോന്നിയിട്ടാണ്. നമ്മെ വിശുദ്ധ വിളിയാൽ വിളിച്ചു വേർതിരിച്ചുവെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കകത്തുള്ള എല്ലാ നന്മയ്ക്കും ഞാനും നിങ്ങളും യോഗ്യരാണ്. അതിനാ നമ്മെ കർത്താവ് ശുദ്ധീകരിച്ചതും പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിച്ചതും. യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയത്, നമ്മെ വിലയേറിയ ഒരു മാന്യരുമായി എണ്ണിയത്, നമ്മെ മക്കളായി കൈക്കൊണ്ടത്, അനാഥരായിട്ട് ഉപേക്ഷിക്കാനല്ല, നാം അവന്റെ കൂടെ നടക്കേണ്ടതിന്, അവന്റെ സാന്നിധ്യം അനുഭവിച്ച്, അവൻ തരുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച്, അവൻ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ചെയ്ത് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടണം. വശീകരിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എളുപ്പമാർഗങ്ങൾ പറയുന്ന പിശാചിന്റെ തന്ത്രങ്ങളുണ്ട്. പിശാചി പറഞ്ഞില്ലേ, ഞാൻ നിനിപ്പൊ പണക്കാരനാക്കി തരാം, നീ ഒന്ന് കൊമ്പിട്ടാ മതി. യേശുവിനോട് ഒന്ന് പറഞ്ഞില്ലേ, പെട്ടെന്നെല്ലാം കാണിച്ച് നീ ഒന്ന് കൊമ്പിട്ടാൽ എല്ലാം നിനക്കാം. ഇങ്ങനെ എത്ര പേരെ പിശാചി കുമ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനൊന്നും വേണ്ട ദൈവമക്കളെ. അവന്റെ മുമ്പിൽ കുമ്പിട്ടിട്ടല്ല, നമ്മൾ ചുണക്കുട്ടന്മാരായിട്ട് നിന്ന് ശദ്രക്കിനെയും മേശക്കെയും അബേദ്നെഗോവിനോട് പറയണം, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങളുടെ ദൈവത്തിൽ, അത് വിട്ടുള്ള ഒരു നേട്ടവും ഞങ്ങൾക്ക് വേണ്ട. നീ പറയുന്ന ബിംബത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാനല്ല, ഇനി തീക്കകത്തൊന്ന് കത്തി അവനെ മഹത്വപ്പെടുത്തണമെന്നാണെങ്കിലും നിന്റെ ബിംബത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടല്ല. ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയും. അവൻ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനോട് തെറ്റ് ചെയ്യില്ല. നമുക്ക് തലവണക്കാൻ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. ശത്രു ഈ തലമുറയിൽ വൃതന്മാരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ പ്രഗത്ഭരായ ശുശ്രൂഷകരെ, നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിച്ചവർ, അവരെ പല കൾട്ട് ഗ്രൂപ്പിലേക്ക് പിശാച് വശീകരിച്ചു. ഇന്നലകളിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചവർ ഇന്ന് പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരും ചിലരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വന്നു കാണും. ശുശ്രൂഷയിൽ ലീഡ് ചെയ്തവർ ഇന്ന് ആത്മാവില്ലാത്തവരായി നടക്കുന്നു. വശീകരിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും പോയി, സത്യമാർഗം ദുഷിക്കപ്പെട്ടു പോയി. അതുകൊണ്ടാണ് യൂദാ പറഞ്ഞത്, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നമ്മുടെ ഉള്ളിൽ പകർന്ന അതിവിശുദ്ധ വിശ്വാസം, ക്രിസ്തുവേശുവിന്റെ
ക്രൂശ് മരണത്തിലൂടെ പിതാവ് നമുക്ക് നൽകി തന്ന രക്ഷ, അതിനോടൊന്നും കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും നമുക്ക് വേണ്ട. പാപത്തോട് നമുക്കൊരു വിട്ടുവീഴ്ചയില്ല. അതിനെ നിസ്സാരമായി കാണരുത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ ഇതുവരെ എതിർത്തു നിന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള പോരാട്ടത്തെ മരണം വരെ സംഭവിക്കാം. അതൊന്നുമല്ല ഇന്നത്തെ തലമുറ അഭ്യസിപ്പിക്കുന്നത്. എളുപ്പം എങ്ങനെ കാര്യങ്ങൾ നടക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് കാര്യങ്ങൾ നേടാം. വ്യാജമാണ്. തിരുവെഴുത്തിലൊരു വാക്യമുണ്ട്, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ സ്വർഗം ശോധന ചെയ്ത ഒരു മൂലക്കല്ലിന്മേലായി നിൽക്കുന്നത്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിലായി നിൽക്കുന്നത്. അതിന് യോഗ്യമല്ലാത്തതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതിനോട് ചേർന്ന് പണിയാൻ കഴിയാത്തതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇതെല്ലാം വ്യാജത്തിന്റെ വ്യാപാര ശക്തിയോടുകൂടെ ദൈവത്തിൽ നിന്നല്ലാത്ത ഉപദേശങ്ങളാൽ മനുഷ്യനെ വഞ്ചിക്കുന്ന പിശാച് വെളിച്ചദൂതന്റെ വേഷം കെട്ടി മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ പോകാനിരിക്കുന്ന പുഴു ചാകാത്തതും തീ കടാത്തതുമായ നരകത്തിലേക്കാണ് മനുഷ്യനെ പിശാച് വശീകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. വിശ്വാസികളായവരെ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവരെ, പരിജ്ഞാനത്തിൽ തിരിച്ചറിയുക, ദൈവത്തിൽ നിന്നുള്ളതിനെ മനസ്സിലാക്കുക, നന്നായി പ്രാർത്ഥിക്കുക, കാര്യങ്ങളെ വിവേചിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൽ നിന്നുള്ളതോ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പോകും. എന്താണ് ഈ ഉപദേശങ്ങൾ, എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് ഡിസേൺ ചെയ്യാൻ പറ്റുന്നത്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്നു. അവൻ എത്ര വേഷം കെട്ടിയാലും അവനെ തിരിച്ചറിയാനുള്ള മാർഗം ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കുമ്പോൾ വ്യാജന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ രാത്രിയാമത്തിനായി സ്തോത്രം. സാത്താൻ മനുഷ്യരെ വശീകരിച്ചും സത്യമാർഗത്തിൽ നിന്ന് വ്യാജത്തിലേക്ക് തിരിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. മനുഷ്യർ സ്വാർത്ഥരായി എളുപ്പമാർഗങ്ങളിലൂടെ വിടുതൽ ആഗ്രഹിച്ച് അല്പം പോലും ക്ഷമയില്ലാതെ എളുപ്പത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ സത്യമാർഗം വിട്ടുപോകുന്ന ഒരു കാലമാണല്ലോ കർത്താവേ ഇത്. അങ്ങ് ഞങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവിൽ കാര്യങ്ങളെ വിവേചിക്കുവാനും യേശുദാൻ പറഞ്ഞതും അപ്പസ്തോലന്മാർ ഉപദേശിച്ചു തന്നതുമായ ദൈവവചന സത്യങ്ങളാൽ ഞങ്ങൾ പണിയപ്പെടുമാറാകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആദിമ നൂറ്റാണ്ട് മുതൽ ദുഷ്ടൻ പ്രവർത്തിക്കുന്നുണ്ട്, എങ്കിലും കർത്താവിന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തത്തിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ ശക്തിപ്പെടുവാനും ഇന്നത്തെ തലമുറയിൽ സത്യത്തിന്റെ പാതയിൽ നടക്കുവാനും വിപരീത ഉപദേശങ്ങളെ തിരിച്ചറിയുവാനും ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എന്റെ സുവിശേഷമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ അതിന് ചേരാത്ത ഒരു ഉപദേശത്തിന്റെയും പിന്നാലെ ആരും പോകാൻ ഇടയാകരുതെന്ന് ദൈവത്തോടടിയൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവേ, കണ്ണുകളെ അവിടുന്ന് തുറന്നു കൊടുക്കണമേ, കാതുകളെ അവിടുന്ന് തുറന്നു കൊടുക്കണമേ, ഹൃദയദൃഷ്ടിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമെന്ന് ദൈവത്തോടടിയൻ പ്രാർത്ഥിക്കുന്നു. കൃപയും സമാധാനവും കൂടെ ഇരിക്കണം. പിന്നെയും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവോളം നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും
ഗ്രേസ് ആൻഡ് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും എന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. അമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം.